ഒരിക്കലും കൈ ഓങ്ങി എൻ്റെ നേരെ മാണിസാറ് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നോട് ചോദിച്ചു, താനൊരു MLA അല്ലേ, തനിക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ലേ, താനെന്തേ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ വല്ലാതെ അങ്ങായിപ്പോയി. കാരണം മാണിസാറിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമസ്കാരം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ജീവിതത്തിലെ ഏറെ തമാശകളാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ഇന്ന് നമുക്ക് തമാശയല്ലാതുള്ള വ്യക്തിപരമായി എന്നെ ഏറെ സ്പർശിച്ച ഒരു സംഭവം. മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമാശകൾ മാത്രമല്ല, തമാശകൾ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ പലപ്പോഴും വളരെയേറെ ഹൃദയത്തെയും മനസ്സിനെയൊക്കെ തന്നെ വല്ലാതെ സ്പർശിക്കുന്ന ചില അനുഭവങ്ങളുമുണ്ട്. അത്രയൊരു അനുഭവം, ആ അനുഭവം പലപ്പോഴും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ചില ആളുകളിൽ നിന്ന്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആളുകളിൽ നിന്ന് അതുണ്ടാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. അത്തരമൊരവസ്ഥയിൽ ഞാൻ ഒരിക്കൽ പെട്ടുപോയി. അത് ഒരുപക്ഷെ ഒരു വലിയ മനുഷ്യൻ്റെ, ഒരു വലിയ മനസ്സിൻ്റെ ആ ഒരു അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ. നിങ്ങൾക്കൊക്കെ ഏറെ സുപരിചിതനാണ്, പരിചയപ്പെടുത്തേണ്ട ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു. ഒരു മകനെ എന്ന പോലെ ചേർത്ത് പിടിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഞാൻ അടുത്തറിഞ്ഞതാണ്. ഒരുപക്ഷെ അത് എനിക്ക് മാത്രമായിരിക്കും, ഒരുപാട് ആളുകൾക്കുണ്ടാകും. അങ്ങനെയുള്ള ഒരാൾ, പേര് പറയുമ്പോൾ അറിയാം, അത് മാറ്റാരുമല്ല എൻ്റെ പ്രിയപ്പെട്ട നേതാവ് മാണിസാർ. മാണിസാറിൻ്റെ ഒരുപാട് മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മികച്ച ഭരണാധികാരിയായി, അതോടൊപ്പം തന്നെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി, ആളുകളെ ചേർത്ത് പിടിക്കുന്ന അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി, കൂടെ നിൽക്കുന്നവരോടെപ്പോഴും ഞാനൊരിക്കൽ പറഞ്ഞ പോലെ എന്നും പൂക്കുന്ന പൂമരം, അതിൻ്റെ ഒരു സുഗന്ധം എപ്പോഴും അത് പ്രസരിപ്പിക്കുന്ന ഒരാളായിരുന്നു സാർ. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയാൻ പറ്റും, ഒരുപാട് വിശേഷങ്ങൾ പറയാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കൈ ഓങ്ങി എൻ്റെ നേരെ മാണിസാറ് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്തരമൊരു സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നോട് പറഞ്ഞു, സത്യത്തിൽ നിനക്കിട്ട് തല്ലാണ് തരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുവരെ കാണാത്ത മാണിസാറിൻ്റെ ഒരു മുഖം, അത് അഭിനയമൊന്നുമല്ലായിരുന്നു. അത്യന്തം രോഷാകുലനായി, ഞാനൊന്ന് MLA ആയിട്ട്, കൃത്യമായി പറഞ്ഞാൽ മാണിസാറിൻ്റെ മദറിലോ മരിച്ച ദിവസം, കുട്ടിമ ചേച്ചിയുടെ അമ്മ മരിച്ച ദിവസം, അത് പൊന്മുഖത്താണ് വീട്, അറിയാമല്ലോ. അപ്പോൾ സാറ് പൊന്മുഖത്തുണ്ട്. അന്ന് എൻ്റെ വൈഫിന് ഒരു ഓപ്പറേഷനായിട്ട്, അതത്ര വലിയ ഗൗരവമല്ലായിരുന്നു എന്ന് ധരിച്ചെങ്കിലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ, വളരെയേറെ സൗകര്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു ആശുപത്രിയായിരുന്നു. സാധാരണഗതിയിൽ MLA എന്ന നിലയിൽ കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു ആശുപത്രിയൊക്കെ അന്വേഷിക്കാമായിരുന്നു. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സ്വഭാവം കൊണ്ട്, അവിടെ നമുക്കൊരു വിശ്വാസമുള്ളത് കൊണ്ട് നമ്മൾ അവിടെയാണ് പോയത്. മാണിസാറിന് ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, അറിഞ്ഞു കഴിഞ്ഞാൽ അത്ര സന്ദർഭങ്ങൾ ഓടിവരും. അദ്ദേഹത്തിൻ്റെ മദറിലോ മരിച്ച ദിവസമാണ്, അതിൻ്റെ മറ്റ് ചടങ്ങുകളൊന്നും ആയിട്ടില്ല. പക്ഷേ ആരോ പറഞ്ഞു, എന്നെ കാണാതെ വന്നപ്പോൾ, അന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ മദറിൻലോയുടെ വീട്. അപ്പോൾ ആരോ പറഞ്ഞു, എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലാണ്. സാർ ഉടനെ പറഞ്ഞു, എന്നാൽ അവിടെ വരെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നീടാണ് അറിയുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഹോസ്പിറ്റലിൽ സാറ് കയറി വരുന്നു. നേരെ വന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞ് ആശുപത്രി വന്നപ്പോൾ തന്നെ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഒട്ടും തൃപ്തനല്ലാതെ, വളരെയേറെ അങ്ങോട്ട് വരുന്ന ഒരു രീതിയല്ല, വളരെ സ്വല്പം രൂക്ഷമായ രീതിയിൽ എന്നെ നോക്കി, എന്നോടൊപ്പം കാര്യങ്ങളൊക്കെ ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കി. സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ സന്ദർഭമാണ് ഉണ്ടായത്. പുറത്തിറങ്ങി വന്നിട്ട് ആശുപത്രിയുടെ മുൻപിൽ വെച്ച് പെട്ടെന്ന് സാറ് അങ്ങ് പൊട്ടിത്തെറിച്ചെൻ്റെ നേരെ.
എന്നോട് ചോദിച്ചു, താനൊരു MLA അല്ലേ, തനിക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ലേ, താനെന്തേ കാണിച്ചതെന്ന് ചോദിച്ചു. ആദ്യമൊന്നും മനസ്സിലായില്ല. ഇപ്പോൾ കേരളത്തിലെ ഏത് ആശുപത്രി വേണമെങ്കിലും, ഏത് മികച്ച ആശുപത്രി വേണമെങ്കിലും തനിക്ക് ചികിത്സാ സൗകര്യങ്ങൾ കിട്ടും. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എവിടെ വേണമെങ്കിലും ഞാൻ സൗകര്യം ഉണ്ടാക്കി തരുമായിരുന്നു. താൻ എന്നിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് അത്രമാത്രം സൗകര്യം പൂർണ്ണമായിട്ടില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയത് അത് കാണിച്ചതൊട്ട് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സാറ് സാധാരണഗതിയിൽ സാറിൻ്റെ കയ്യ് നേരെ അങ്ങ് എടുത്തു. എനിക്ക് തോന്നുന്നു തല്ലാൻ ഉള്ള രീതിയിൽ എൻ്റെ നേരെ വളരെ ക്രൂരനായി വളരെയേറെ ദേഷ്യപ്പെട്ടാണ് എൻ്റെ നേരെ വന്നത്. ഞാൻ വല്ലാതെ അങ്ങായിപ്പോയി. കാരണം മാണിസാറിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു നിമിഷം ഞാനങ്ങ് സ്തബ്ധനായി. അത് കഴിഞ്ഞ് സാർ എന്നെ ചേർത്ത് പിടിച്ചു. സാരമില്ല എന്ന് പറഞ്ഞു. മാണിസാറിൻ്റെ ഈ മുഖം ഞാനിവിടെ പറയാൻ കാരണം, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് അദ്ദേഹം. അതോടെ അവനെ ഒരുപാട് പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങിയ ഒരാളാണ്. പക്ഷേ കൂടെ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നൊരു മനസ്സ് ഞാൻ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും പിന്നെ കണ്ടിട്ടില്ല. സാറിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ എത്ര വേണമെങ്കിലും സാർ അതിനു വേണ്ടി പോകും. പല സന്ദർഭങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട്. ചില ആളുകൾ ചില അപകടകരമായ അവസ്ഥയിലൊക്കെ വരുമ്പോൾ വിളിച്ച് പറഞ്ഞ് നിർത്തി അവരെ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നത് പലപ്പോഴും എനിക്ക് അടുത്തറിയാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ, ഒരു പക്ഷേ ഇതാർക്കും ഇവിടെ ഞാൻ അധികം തുറന്നു പറയാത്തൊരു കാര്യമാണ്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ എടുത്തൊരു നിലപാട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ലാഘവത്തോടെ ആ കാര്യത്തെ കണ്ടു എന്നുള്ളതിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനൊന്നും പറയാതെ കടന്നു പോകാൻ കഴിയുമായിരുന്നു. പക്ഷെ സാറത് പൊട്ടിത്തെറിച്ചു. കാരണം സാറിൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെ സാറിനെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരുപാട് സോറിയൊക്കെ പറഞ്ഞു. എന്നോട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് വീണ്ടും ചേർത്ത് പിടിച്ച് തോളിൽ തട്ടിയിട്ടാണ് സാറ് മടങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വീട്ടിലെ ചടങ്ങിനിടയിൽ എന്നെപ്പോലൊരാളിൻ്റെ ഒരു സ്വകാര്യമായ ആവശ്യത്തിന് വേണ്ടി ഓടി വരികയും ഞാനെടുത്ത, അല്ലെങ്കിൽ അത് സൗകര്യം അല്പം കുറവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു പിതാവിനെ പോലെ കാർക്കശ്യത്തോടെ എൻ്റെ നേരെ ദേഷ്യപ്പെടുകയും ചെയ്തത് സത്യത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. എന്തുകൊണ്ട് മാണിസാറിനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, സാറിൻ്റെ അസാധാരണമായ മറ്റെല്ലാ കഴിവുകളും വ്യക്തിവൈഭവത്തിനപ്പുറത്ത് കൂടെ നിൽക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവൻ്റെ വേദനയിലും അവൻ്റെ പ്രയാസങ്ങളിലുമൊക്കെ അവനെ തലോടി ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആ മനുഷ്യൻ്റെ വലിയ മനസ്സാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ രാഷ്ട്രീയത്തിൽ നമുക്ക് ചില ആളുകൾ നമ്മുടെ മോഡലായിട്ട് മാതൃകകളാകാറുണ്ട്. ആ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ ഞാൻ 2 പേരെയാണ് സത്യത്തിൽ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ അനുകരിച്ചിട്ടുള്ളത്. ഒന്ന് എൻ്റെ അച്ഛനെയും മറ്റൊന്ന് മാണിസാറിനെയും. മറ്റൊരു രാഷ്ട്രീയ ഗുരുനാഥന്മാരെനിക്കില്ല. കാരണം രാഷ്ട്രീയത്തിൽ ഞാൻ വരുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ വലിയ ഒരുപാട് ചരിത്രമൊന്നും എനിക്ക് പറയാനില്ല. അവിചാരിതമായ രാഷ്ട്രീയത്തിൽ വന്ന് മാണിസാറിൻ്റെ ഒരു നിർബന്ധത്തിൽ എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരിക്കലും പൊതുരംഗത്ത് വരാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ മാണിസാർ എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ, ആ കഥ ഞാൻ പിന്നെ പറയാം. അത് വളരെ സുദീർഘമായൊരു കഥയാണ് എൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ്. പക്ഷെ അന്ന് സാർ എന്നോട് പറഞ്ഞു, പാർട്ടിക്ക് വേണ്ടി ഈ ത്യാഗം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. മാണിസാറിനെ പോലെ ഒരാൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയില്ല. അന്ന് മുതൽ സാറിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ അടുത്തറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ മാണിസാറിനെക്കുറിച്ച് ഈ ഒരു സന്ദർഭം പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, കേരളത്തെ ധനകാര്യ വകുപ്പ് ദീർഘകാലം കൈകാര്യം ചെയ്തതാണ്. അത്രയും ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരിക്കലേ വളരെ സ്വകാര്യമായി എന്നോട് പറഞ്ഞു, എനിക്ക് ചെറിയ കാര്യമുണ്ട്, ഞാനോട് എന്തെങ്കിലും ഒരു കാര്യം, വേറൊന്നുമല്ല, സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നൊരു കാര്യം സാറിന് ഏത്തക്കാപ്പമാണ്. സാറിൻ്റെ ചില രോഗാവസ്ഥകൾ വന്നപ്പോൾ സാറിൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരോ ഇത് വാങ്ങിച്ചു കൊടുക്കുകയില്ല. സ്വകാര്യമായ ഒരു എന്നോട് പറഞ്ഞു, ആരും അറിയണ്ട, താഴെ പോയി എനിക്ക് 2 ഏത്തക്കാപ്പം വാങ്ങിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ ആരും അറിയാതെ പൊതിഞ്ഞ്
മുകളിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഞാൻ ഓർത്തു, ഇത്രയും വലിയൊരു മനുഷ്യൻ ജീവിതത്തെ എന്നെപ്പോലെ ഒരാളിനോട് ആവശ്യപ്പെട്ടത് വേറൊന്നുമല്ല, 2 ഏത്തപ്പഴം. അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ കുസൃതി അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് പലപ്പോഴും അടുത്ത് കാണിക്കുകയും കാർക്കശ്യക്കാരനായ ഒരു ഭരണാധികാരിയായും വളരെയേറെ പഠിക്കുന്ന ഒരാൾ, അത് സാറിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. നിയമസഭയിൽ 50 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം പ്രസംഗമുണ്ടെങ്കിൽ സാറിൻ്റെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ കാണാം കുത്തി എഴുതുകയാണ് നാളത്തെ 5 മിനിറ്റ് പ്രസംഗിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചപ്പം ഒരിക്കൽ ചോദിച്ചു, സാറിന് വല്ല ആവശ്യമുണ്ടോ? അങ്ങനല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം, അതിന് വസ്തുനിഷ്ഠമായിരിക്കണം, അത് പഠിച്ച് തന്നെ പറയണം, അല്ലെങ്കിൽ അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില അനുഭവങ്ങൾ മാണിസാറുമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ സാറ് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഞാനും ഞങ്ങളുടെ കുടുംബമൊന്നും ഒരിക്കലും അദ്ദേഹത്തെ വിസ്മരിക്കില്ല. കാരണം ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ ചേർത്ത് പിടിച്ച് മകനെ പോലെ വാത്സല്യത്തോടെ എന്നെ കണ്ട ഒരാളാണ്. ഒരു ഓർമ്മ ഞാൻ ഈ സന്ദർഭത്തിൽ, മാണിസാർ എന്നെ തല്ലാൻ വന്നൊരു ഓർമ്മ. പക്ഷേ പലർക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും അതിനുള്ളൊരു ഭാഗ്യം കിട്ടി കാണുകയില്ല. അങ്ങനെ സാറിൻ്റെ തല്ല് വാങ്ങിച്ചില്ലെങ്കിലും അതിനുള്ള ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. എങ്കിലും ഞാൻ ഓർക്കുന്നു ആ സ്നേഹത്തെ, ആ വാത്സല്യത്തെ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആ ഒരു വലിയ വ്യക്തിത്വത്തെ എന്ന സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമസ്കാരം.